ഹായ് ഫ്രണ്ട്സ്, GJ പെറ്റ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമരി ജില്ല നാഗർകോയിലാണ്. ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്. ആദ്യമായി സെയിലിൽ നിന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ണൂറിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയായ പൈനാപ്പിൾ കൊണ്ണൂറിൻ്റെ അഡൽട്ട് പെയറാണ്. ഈ പൈനാപ്പിൾ കൊണ്ണൂർ അഡൽട്ട് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 3000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ബ്ലാക്ക് ജാവ ഫിഞ്ചസിൻ്റെ ഒരു 2 പെയർ അടങ്ങിയ ഒരു ബാച്ചാണ്. രണ്ടും അഡൽട്ട് പെയറാണ്. ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് 1200 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. റെഡ് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിൽ, ഓറഞ്ച് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ഫീമെയിലാണ്. ഈ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 2000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ഗ്രീൻ യെല്ലോ ഷെയ്ഡ് കണ്ണൂരിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഗ്രീൻ യെല്ലോ ഷെയ്ഡ് കണ്ണൂർ അഡൽട്ട് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 3000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ഫോൺ കോക്ടെയിലിൻ്റെ ഒരു 8 മാസം പ്രായമായ ഒരു പെയറാണ്. നല്ല ക്വാളിറ്റി ആയ ഒരു പെയറാണ്. ഈ പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് വെറും 1200 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് 3 പീസും നോർമൽ വൈറ്റ് ബംഗാളി ഫിഞ്ചസ് 1 പീസുമാണ്. 4 അഡൽട്ട് പെയറാണ്. ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് 1150 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് യെല്ലോ ടർക്കൂസിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ആയ മെയിലാണ്. ഈ യെല്ലോ ടർക്കൂസിൻ ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് പറഞ്ഞത് 8000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് സ്വൈൻസൺ ലോറി ഹിറ്റാണ്. നല്ല ക്വാളിറ്റിയായ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. ഫുഡൊക്കെ നന്നായി മേടിക്കുന്നതാണ്. ഈ സ്വൈൻസൺ ലോറി ഹിറ്റ് ഹാൻഡ് ഫീഡിങ് ചിക്കിൻ്റെ റേറ്റ് പറഞ്ഞത് 10,000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ഹെലികോപ്റ്റർ വെജീസിൻ്റെ ഒരു പെയറാണ്. ഫീമെയിൽ ബേർഡ് വീക്കാണ്. അതിന് നമ്മൾ റേറ്റ് കൂട്ടിയിട്ടില്ല. ഈ പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 1250 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് നോർമൽ കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പെയറാണ്. ഈ നോർമൽ കത്രോട്ട് ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 2300 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണ്ണൂർ ഫീമെയിലും നോർമൽ പൈനാപ്പിൾ കൊണ്ണൂർ മെയിലായ ഒരു പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ പൈനാപ്പിൾ കൊണ്ണൂർ പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 3250 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് സിൽവർ ജാവ ഫിഞ്ചസിൻ്റെ 2 പെയർ അടങ്ങിയ ഒരു ബാച്ചാണ്. രണ്ടും അഡൽട്ട് പെയറാണ്. ഈ സിൽവർ ജാവ ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് 1500 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ജസ്റ്റ് ഫീമെയിലായ ഒരു പെയറാണ്. ഈ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 2000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് യെല്ലോ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. നല്ല ക്വാളിറ്റി ആയ ഒരു പെയറാണ്. ഓറഞ്ച് ഹെഡ് പർപ്പിൾ ജസ്റ്റാണ് മെയിലും ഫീമെയിലും. ഈ യെല്ലോ ഗോൾഡൻ പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 2200 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് സൺ കണ്ണൂറിൻ്റെ ഒരു സെമിഡൽട്ട് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ സൺ കണ്ണൂർ സെമിഡൽട്ട് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 8500 രൂപ.
അടുത്തതായി സീലിൽ നിൽക്കുന്നത് സൺകണ്ണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. ഫുഡൊക്കെ നന്നായി മേടിക്കുന്ന ഒരു ചിക്കാണ്. നല്ല ഹെൽത്തിയായ ചിക്കാണ്. ഈ സൺകണ്ണൂർ ഹാൻഡ് ഫീഡിങ് ചിക്കൻ്റെ റേറ്റ് പറഞ്ഞത് 3500 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ക്രിംസൺ ബെല്ലി കൊണ്ണൂറിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പെയറാണ്. ഈ ക്രിംസൺ ബെല്ലി കൊണ്ണൂർ അഡൽട്ട് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 11,000 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് മെയിലും റെഡ് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ഫീമെയിലായ ഒരു പെയറാണ്. ഈ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 2000 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് യെല്ലോ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഓറഞ്ച് ഹെഡ് വൈറ്റ് ജസ്റ്റ് മെയിലും റെഡ് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ഫീമെയിലായ ഒരു പെയറാണ്. ഈ യെല്ലോ ഗോൾഡൻ പിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 2200 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ഫാൺ കളർ ജാവ ഫിഞ്ചസിൻ്റെ ഒരു 2 പെയർ അടങ്ങിയ ഒരു ബാച്ചാണ്. ഈ ഫാൺ കളർ ജാവ ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് 1600 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ഓവൽ സ്കാലി ലോറിക്കിറ്റിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. വളരെ റെയറായതാണ്. നന്നായി ഫുഡൊക്കെ മേടിക്കുന്നതാണ്. ഈ ഓവൽ സ്കാലി ലോറിക്കിറ്റ് ഹാൻഡ് ഫീഡിങ് ചിക്കൻ്റെ റേറ്റ് വരുന്നത് 13,500 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് യെല്ലോ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. ഓറഞ്ച് ഹെഡ് പർപ്പിൾ ജസ്റ്റാണ് ഫീമെയിൽ, റെഡ് ഹെഡ് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ. ഈ യെല്ലോ ഗോൾഡൻ പിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് വരുന്നത് 2200 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ആൽബിനോ ലോങ് ടെയിൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ്. നല്ല ക്വാളിറ്റിയായ മെയിലാണ്. ഈ ആൽബിനോ ലോങ് ടെയിൽ ഫിഞ്ചസ് ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് വരുന്നത് 700 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊണ്ണൂറിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊണ്ണൂർ അഡൽട്ട് പെയറിൻ്റെ റേറ്റ് വരുന്നത് 3800 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ബ്ലൂ പൈനാപ്പിൾ കൊണ്ണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. ഈ ബ്ലൂ പൈനാപ്പിൾ കൊണ്ണൂർ ഹാൻഡ് ഫീഡിങ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. ഈ യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഈ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ഫാൺ കളർ ചെറി ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. ഈ ഫാൺ കളർ ചെറി ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് വരുന്നത് 2800 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് സിൽവർ ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. ഓറഞ്ച് ബീക്കാണ്. ഈ സിൽവർ ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് വരുന്നത് 4000 രൂപ. അടുത്തതായി സൈഡിൽ നിൽക്കുന്നത് ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. നല്ല ക്വാളിറ്റിയായ ബ്രീഡിംഗ് പെയറാണ്. ഈ ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 4500 രൂപ.
അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ചെറി ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. ഈ ബ്ലാക്ക് ചെറി ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് വരുന്നത് 2600 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഈ ടോയ്സിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഈ ടോയ്സിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഈ ടോയ്സിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഈ ടോയ്സിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ റിംഗ് ആണ്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 12 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ റിംഗ് ആണ്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 18 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഈ ടോയ്സിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഈ ടോയ്സിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബേഡ്സിന് കളിക്കാൻ പറ്റിയ ടോയ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപ.